സങ്കീർത്തനങ്ങൾ 113:3. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉദയം മുതൽ അസ്തമയം വരെ എപ്പോഴും അതിൻ്റെ അർത്ഥം അതാണ്. എപ്പോഴും സ്വർഗത്തിന് മഹത്വം കൊടുക്കുക, മഹത്വം കൊടുക്കുക, മഹത്വം കൊടുക്കുക. മഹത്വം കൊടുക്കുമ്പോൾ സ്നേഹമുള്ളവരെ സ്വർഗത്തിനൊന്നും വർദ്ധിക്കുന്നില്ല, ദൈവത്തിനൊന്നും കൂടുതലും കുറവും സംഭവിക്കില്ല. കാരണം അവൻ പൂർണ്ണനാണ്. വ്യത്യാസം, സ്വർഗത്തിന് മഹത്വം കൊടുക്കുമ്പോൾ വ്യത്യാസം വരുന്നത് നിന്നിലാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ദൈവത്തെ പരിശുദ്ധി കൊണ്ട് മഹത്വപ്പെടുത്തി നമ്മൾ ദിനം പ്രതി പ്രാർത്ഥിക്കാറുണ്ടല്ലോ. മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ പരിശുദ്ധി വർദ്ധിക്കുന്നില്ല. പിന്നെയോ ആ പരിശുദ്ധിയുടെ അടുക്കിലേക്ക് ഞാനും അടുത്തുകൊണ്ടിരിക്കുക. അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന്റെ പ്രത്യേകത. അപ്പോൾ ഉദയം മുതൽ അസ്തമയം വരെ നിന്റെ നാവിൽ നിന്ന് സ്തുതിയുടെ ശബ്ദമുയരട്ടെ. സ്നേഹിതരെ, ഇന്ന് കട്ടിൽ നിന്ന് എഴുന്നേറ്റ സമയം മുതൽ, ഈ വചനം കേൾക്കുന്ന ഈ മൊമെന്റ് മുതൽ അടുത്തൊരു 12 മണിക്കൂർ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി നാവിനെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നത് തിരുനാമ കീർത്തനം പാടുവാൻ, അല്ലെങ്കിൽ പിന്നെ എൻ്റെ നാവ് എന്തിനു വേണ്ടിയിട്ടാണ്? നാവിനെ സ്തുതിക്കായി ഉപയോഗിക്കുക. അഭിഷേകം വർദ്ധിക്കും. അങ്ങനെ വർദ്ധിപ്പിച്ച്, കൃപ വർദ്ധിപ്പിച്ച് മഹത്വപ്പെടുത്തി വാഴ്ത്തി സ്തുതിച്ച് നീ ദൈവത്തിങ്കിലേക്ക്, കൃപയുടെ ഓരത്തിലേക്ക് അടുക്കുന്നു.